ഹായ്, മൈ വേ ഓഫ് ട്രാവൽ ആൻഡ് കുക്കിങ്ങിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് വീഡിയോ ആണ്. കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് വന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് ഇന്ന് വരുന്നുണ്ട്. അവരെ പിക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചകളെല്ലാം ഈ ഒരു വീഡിയോയില്. ആളാരാന്ന് ഒരു സർപ്രൈസ് ആണ്. അത് നമുക്ക് ആടെ എയർപോർട്ടിൽ പോയിട്ട് നമുക്ക് നോക്കാം. എന്റെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ എന്റെ അച്ഛനാണ്. അച്ഛൻ ഒരു ഹായ് പറ. ഹായ്. പിന്നെ ഇത് അമ്മയുണ്ട് ബാക്കില്. അമ്മ ഹായ് പറ. അപ്പൊ നമ്മൾ 3 ആൾക്കാരെ പോകുന്നു. അപ്പൊ നമ്മള് ആ എയർപോർട്ടിലേക്ക് പോകുന്ന കാഴ്ചകളെല്ലാം ഈ വീഡിയോയില്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പൊ നമ്മളെ നടാലെത്തി. ഇതാ നടാലെത്തിയപ്പോ ഗേറ്റ് അടച്ചു. ഇത് ട്രെയിന് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ നേരെ കാണുന്നതാണ് സൂര്യ റെസിഡൻസി. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു നല്ലൊരു റെസിഡൻസിയാണ്, നല്ലൊരു ഹോട്ടലാണ്. ഇതാണ് ആ സൂര്യ റെസിഡൻസി. ഇവിടെ നല്ല ദോശയൊക്കെ കിട്ടും. നമ്മൾ ഇവിടെ വന്നിട്ട് എപ്പോഴും കഴിക്കാറുണ്ട്. അതുപോലെ സൂപ്പും, അടിപൊളി സൂപ്പൊക്കെ കിട്ടും. പിന്നെ ബാറും ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പൊ നമ്മളിതാ മുഴപ്പിലങ്ങാട് ഓവർ ബ്രിഡ്ജില്ലേ, അതുവഴിയാണ് പോകുന്നത്. നമ്മുടെ പഴയ റൂട്ടിലൂടെ പോകുന്നത്, തലശ്ശേരി മാഹി. നമുക്ക് മാഹി എണ്ണ അടിക്കണം. ഇപ്പൊ നമ്മളിത് ധർമ്മടെത്തി. ഇവിടുന്ന് ലെഫ്റ്റ് ആണ് അണ്ടല്ലൂർക്കാവ്, അതേപോലെ ബ്രണ്ണൻ കോളേജ്, അതൊക്കെ ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. ഈ ഒരു റോഡിലൂടെയാണ് അണ്ടല്ലൂർക്കാവൊക്കെ പോകണ്ടേ. അതെ, അണ്ടല്ലൂർക്കാവിൽ ഉത്സവമൊക്കെ ആറായി. ഇപ്പൊ നമ്മളിത് കൊടുവള്ളി എത്തി. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്താനാണ് ആ ബ്രിഡ്ജാണിത്. ഇവിടെ കാണാം ഒരു കോഴിക്കോട് 71 കിലോമീറ്റർ, പാലക്കാട് 250, എറണാകുളം 248. അവിടെ അതാണ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. അതേപോലെ ഇവിടെ ഒരു മാളൊക്കെ ഉണ്ട്. ഇതിപ്പോ നമ്മൾ തലശ്ശേരി കോടതി എത്താൻ പോയിന്ന്. അവിടെയുള്ള ഒരു വളവില്ലേ, ഇങ്ങനെ വളവ്, ആ ഒരു വളവിതാ നമ്മളിങ്ങനെ വിക്ടോറിയ ഹോട്ടലിൽ അച്ഛൻ പറയുന്നുണ്ട്. അതേപോലെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഈ ലെഫ്റ്റ് സൈഡ്. ഇതാണ് കോടതി. ഇതാണ് പുതിയ ബിൽഡിംഗ് കേട്ടോ, നല്ല വലിയ ബിൽഡിംഗ് ആയി. ഇവിടെ ഇത് നമ്മുടെ തലശ്ശേരി ആ ഒരു, നമ്മളെപ്പോഴും വരുമ്പം നമ്മുടെ കടൽ കാണാൻ നിർത്തുന്ന സ്ഥലമില്ലേ, ആ ഒരു സ്ഥലമാണ് ഇത്. ഈ വലത്തുഭാഗത്ത് ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്. അതുപോലെ നമ്മളിത് തലശ്ശേരിയിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി ഫേമസ് ഫോർ ബിരിയാണി, കേക്ക്, ക്രിക്കറ്റ്. ഇവിടെ ഒരു പ്രശസ്തമായ ഹോട്ടലുണ്ട്, നാഷണൽ ഹോട്ടൽ. ആ ഒരു ഹോട്ടൽ ഞാൻ കാണിച്ചുതരാം. നല്ല ഊണും കിട്ടും. അതേപോലെ തന്നെ നല്ല ഫ്രൈ, എല്ലാ തരത്തിലുള്ള ഫ്രൈയും കിട്ടും. ഇപ്പൊ രാത്രിയില്ല, ഉച്ചക്ക് മാത്രമേ ഉള്ളൂ ഈ നാഷണൽ ഹോട്ടൽ. അതാണ് തന്നെ. ഇവിടെ നമുക്ക് റൈറ്റാണ് എടുക്കേണ്ടത്, കാലിക്കറ്റ്. അപ്പൊ നമ്മളിത് ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്യാൻ നോക്കുകയെന്ന്. കൊച്ചിൻ, ഗുരുവായൂർ, ശബരിമല, അവിടെ ബോർഡുണ്ട്. ഇത് പെപ്പർ പാലസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടുത്തെ തിരക്കാണ് നിങ്ങൾ കാണുന്നത്. അവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട്. ഇതാ തലശ്ശേരിയോടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയാലാണ് മീൻ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ് ഒക്കെ കൂടിയാണ് ആ ഒരു റൂട്ടിൽ പോകേണ്ടത്. നമ്മുടെ വീഡിയോ കാണുന്ന കുറെ ആൾക്കാർ തലശ്ശേരി ഉള്ളിലുണ്ട്. അപ്പൊ അവർക്കെല്ലാം അവരെ സ്ഥലം കാണാലോ, അവരെ നാട് കാണാലോ. നല്ലൊരു വൈബുള്ള പ്ലേസ് ആണ് തലശ്ശേരി. നമുക്കും കുറെ മെമ്മറീസ് ഉള്ള സ്ഥലമാണ്. എന്റെ അമ്മേനെ പഠിച്ചത് അല്ലേ അമ്മേനെ പഠിച്ചത് തലശ്ശേരിയാണ്. പിന്നെ എനിക്ക് ഭയങ്കര കുറെ ആൾക്കാരുണ്ട് നമുക്ക് തലശ്ശേരി. എന്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ ഭാര്യ വീട് അതെല്ലാം തലശ്ശേരിയാണ്. അതേപോലെ കുറെ നല്ല നല്ല ബന്ധമുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട് തലശ്ശേരി. നല്ല ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി നല്ല തലശ്ശേരി ഫുഡ് കഴിച്ചിട്ടുണ്ട്. തലശ്ശേരി ബിരിയാണിയൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അതേപോലെ തന്നെ തലശ്ശേരിയുള്ള ആൾക്കാരൊക്കെ ഹോംലി ഫുഡൊക്കെ വളരെ ടേസ്റ്റിയാണ്. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ വീട്ടിലെല്ലാം പോയിട്ട് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ലൊരു വൈബിളുള്ള പ്ലേസ് ആണ്. എപ്പോഴും ഹൃദയത്തിലുള്ള ഒരു പ്ലേസ് ആണ് തലശ്ശേരി. നമ്മൾ കണ്ണൂരുകാർ സൽക്കാര പ്രിയറല്ലേ. അങ്ങനെ നമ്മുടെ തലശ്ശേരിയിലെ പ്രശസ്തമായ സൈതാർ പള്ളിയാണ് ഇത് നിങ്ങളിപ്പം കാണുന്നത്. ഇതാണ് സൈതാർ പള്ളി. ആ വഴിയാണ് പോകേണ്ടത്, സൈതാർ പള്ളി. ഇപ്പൊ നമ്മളിതാ മാഹി പാലം എത്തി. മാഹിയിലേക്ക് നമ്മളിത് എൻ്റർ ആയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന്. ആ ഒരു മാഹി പാലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ആൾക്കാർ ഇവിടെ നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് പാലത്തിന്റെ മുകളിൽ. അതായത് കാണാൻ പറ്റും വെൽക്കം ടു മാഹി എന്ന് പറഞ്ഞ അവിടെ ഒരു ബോർഡ് ഉണ്ട് കണ്ട. മാഹിയിലേക്ക് സ്വാഗതം, വെൽക്കം ടു മാഹി. ഇവിടെ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും വിദേശ മദ്യത്തിനൊക്കെ ഭയങ്കര വില കുറവാണ്. അതുപോലെ പെട്രോളിനൊക്കെ ഭയങ്കര വില കുറവുണ്ട് ഇവിടെ. കൊച്ചി കോഴിക്കോട് ലെഫ്റ്റ്. ഇത് നമുക്ക് ഇവിടുന്ന് എണ്ണ അടിക്കാലോ, മീൻസ് പെട്രോൾ അടിക്കാലോ. ഇത് KTCന്റെ പമ്പാണ്, പണ്ടേയുള്ള അവരെ പമ്പാണ് ഇത്. അധികം ലോറികളും ബസ്സുകളും എല്ലാം ഇവിടുന്നാണ് ഫുള്ളാക്കുക. ഇവിടെ മാഹിയില് 93.92 1 ലിറ്റർ പെട്രോളിന്. നമ്മുടെ മാഹിയിലെ രാത്രി കാഴ്ചകൾ. നേരെ നിങ്ങൾ ഫ്രണ്ട് കാണുന്ന നമ്മുടെ പ്രശസ്തമായ മാഹി പള്ളി. ഇതാണ് മാഹി ബസിലിക്ക. നമുക്ക് അവിടെ എന്തോ ബ്ലോക്ക് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് അതുവഴി കടത്തി വിടുന്നില്ല വണ്ടി. ലെഫ്റ്റ് സൈഡിലാണ് മാഹി റെയിൽവേ സ്റ്റേഷൻ. ഈ ഒരു ബിൽഡിംഗ്, പ്ലാറ്റ്ഫോമും ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. നമ്മളിപ്പോ കുഞ്ഞിപ്പള്ളിയാണ് ഉള്ളത്. ഇവിടെ ഫുള്ളായിട്ട് ബ്ലോക്കാണ്. റോഡ് പണി നടക്കുന്നുണ്ടോന്ന് അറിയില്ല, ഫുൾ ബ്ലോക്കാണ്. സർവീസ് റോഡിലും ബ്ലോക്കാണ്, മെയിൻ NH ഹൈവേയിലും ബ്ലോക്കാണ്, എല്ലാം ബ്ലോക്കാണ്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ബ്ലോക്കാൻ കാരണം. അങ്ങനെ നമ്മളിതാ വടകര എത്തി. വടകര ബസ് സ്റ്റാൻഡ് ആണ് റൈറ്റ് സൈഡില്. ഇവിടെ എല്ലാം റോഡിന്റെ പണി ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ ക്രെയിനെല്ലാം കാണാൻ പറ്റും. അതാണ് പുതിയ ബസ് സ്റ്റാൻഡ് വടകര. അപ്പൊ നമ്മളിതാ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിതാ വടകര പുതുപ്പണം പാലോളിപ്പാലെത്തി. ഇവിടെ കണ്ട റോഡിന്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞ് ലൈറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയല്ലേ. എന്ത് രസമാണ് നമ്മുടെ റോഡ്, നമ്മുടെ നാട് ഇതാ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിതാ പയ്യോളി ടൗൺ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അടുത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ പേരാമ്പ്ര, ആ റൂട്ടാണ് പേരാമ്പ്ര പോകേണ്ടത്. ഇവിടെ എല്ലാം റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലവും ഏകദേശം ഒരേപോലെയാണ് ഉള്ളത്. എല്ലാ റോഡിന്റെ പണി ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ. അപ്പൊ നമ്മളിതാ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിതാ കൊയിലാണ്ടി എത്തി. കൊയിലാണ്ടിയുടെ രാത്രി കാഴ്ചകളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് താമരശ്ശേരി ലെഫ്റ്റ് ബസ് സ്റ്റാൻഡ് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. നമ്മളിതാ കൊയിലാണ്ടിയുടെ ഹൃദയഭാഗത്തൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന കുറേ ആള് കൊയിലാണ്ടിയിൽ നിന്നുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം അവരെ നാട് കാണാലോ. കൊയിലാണ്ടി ടൗണാണ് ഇത്. ഈ ഒരു ഇതിലൂടെയാണ് ബസ് സ്റ്റാൻഡും അതുപോലെ താമരശ്ശേരിയൊക്കെ പോകേണ്ട റൂട്ട് ഇതാണ്. ഐ ലവ് കൊയിലാണ്ടി എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട് അവിടെ. ഇവിടെ കുറെ ഷോപ്സ് ഒക്കെ ഉണ്ട്. കുറച്ച് ലേറ്റ് നൈറ്റ് ആയല്ലോ, അതുകൊണ്ട് കുറെ ഷോപ്പൊക്കെ അടച്ചിരിക്കുകയാണ്. എപ്പോഴും ഒരു ബിസി ആയിട്ടുള്ളൊരു ടൗൺ ആണ് കൊയിലാണ്ടി. ഇപ്പൊ നമ്മളിതാ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് കോഴിക്കോട് തൃശ്ശൂർ റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എയർപോർട്ട് റോഡിലേക്ക് കയറണം. കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് രാമനാട്ടുകര എത്തിയിട്ട് അവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് എയർപോർട്ട് റോഡിലേക്ക് പോകേണ്ടത്. നിങ്ങൾ നോക്കിയിട്ട് റോഡ് എന്ത് മനോഹരമാണ്. നമ്മളിത് കോഴിക്കോട് ഹൈലൈറ്റ് മാളില്ലേ, ഹൈലൈറ്റ് മാളിന്റെ ആ ഒരു സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡൊക്കെ നോക്കിയാൽ നിങ്ങള് ദുബായിയുടെ റോഡിലൂടെ ട്രാവൽ ചെയ്യുന്ന പോലെയാണ് ഇപ്പൊ തോന്നുന്നത്. നിങ്ങൾ നോക്കിയാ എന്താ റോഡ്. അങ്ങനെ നമ്മുടെ നോർത്ത് മലബാറും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് പണി ഫുള്ള് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അതൊരു ഏറ്റവും വലിയൊരു മാറ്റമായിരിക്കും. ഇനി ഇവിടുന്ന് നമ്മള് തൃശ്ശൂർ റൂട്ടിൽ നിന്ന് നമ്മളിതാ ഈ ഒരു സർവീസ് റോഡ് കയറിയിട്ട് വേണം നമ്മള് എയർപോർട്ടിലേക്ക് പോകാൻ. ഇവിടെ ചെറിയൊരു ബോർഡേ ഉള്ളൂ കണ്ടോ, ചെറിയൊരു ബോർഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. മീൻസ് അവിടെ വലിയ ബോർഡൊന്നും ആരും വെച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നാഷണൽ ഹൈവേന്ന് നേരെ സർവീസ് റോഡ് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. വേറെ വലിയ രീതിയിലുള്ള റൗണ്ട് അബൌട്ടോ കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരെ തൃശ്ശൂർ റൂട്ടിലേക്ക് കുറച്ചും കൂടി ഓടിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ താഴെയുണ്ട്. താഴെ വന്നാൽ ഈ സർവീസ് റോഡ് കയറി കഴിഞ്ഞാലുണ്ട് കൊച്ചി, പാലക്കാട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാലിക്കറ്റ് എയർപോർട്ട്. ഇതാണ് നമ്മുടെ പണ്ടേ ഉള്ള രാമനാട്ടുകര. ഇപ്പൊ ഫ്ലൈ ഓവറൊക്കെ ആണ്, എല്ലാവരും ഫ്ലൈ ഓവർ വഴിയാണ് പോകുന്നത്. അപ്പൊ നമ്മളിതാ പാലക്കാട് റൂട്ടിലേക്ക് കയറാൻ പോയത്. പാലക്കാട്, കോയമ്പത്തൂര്,
ചെന്നൈ എല്ലാം ഈ റൂട്ടിലൂടെയാണ് പോകണ്ടേ നമ്മളിപ്പോ എയർപോർട്ട് റോഡിലേക്ക് കയറാൻ പോയെന്ന്. നമ്മുടെ കോഴിക്കോട് വന്ന എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു പ്ലേസ്. കോയമ്പത്തൂര് അല്ല ലെഫ്റ്റ്, പാലക്കാട്, മലപ്പുറം. നമുക്ക് ഇതിലൂടെയാണ്, ഈ ഡിവൈഡിലൂടെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാൻ പോയെന്ന്. ഈ സ്ട്രെയിറ്റ് പോയാലാണ് എയർപോർട്ട്. നമുക്കിതാ വണ്ടി വരുന്നുണ്ട്, നമുക്കൊരു ചാൻസ് നോക്കിയിട്ട് നമുക്ക് കിടക്കാം. ആ ഒരു 2 വീലറും കൂടി പോയിക്കോട്ട്. നമ്മുടെ ആ ഒരു വരുന്ന ആളിതാ ഇറങ്ങിയോ ഒന്നും അറിയില്ല, വിളിച്ചിട്ടൊന്നുമില്ല. നമുക്ക് പോയി നോക്കാം. നമുക്ക് പോയിട്ട് ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. കോഴിക്കോട് എയർപോർട്ടിൽ എത്താനാകുമ്പോഴുള്ള രാത്രി കാഴ്ചകളെല്ലാം നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എൻട്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. നീ കാണാൻ പറ്റും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു ബോർഡൊക്കെ ഉണ്ട്. ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ, ഇന്റർനാഷണൽ ലെഫ്റ്റ് ആണ്. നമുക്ക് ഇവിടുന്ന് ടോക്കൺ വാങ്ങേണ്ടി വരും. ഇവിടുന്ന് നമ്മൾ സ്ലിപ്പ് വാങ്ങണം. നമ്മളിത് എയർപോർട്ടിലേക്ക് ഉള്ളിൽ കയറി. നമുക്കിവിടെ കുറേ ഓർമ്മകളിലെ ഒരു എയർപോർട്ടായത്. നമ്മുടെ മാമനെല്ലാം ഇവിടെയാണ് പണ്ട് പേരുള്ളത്. അന്നേരം നമ്മൾ കൂട്ടാൻ പോകും. അന്നേരം ഈ ഒരു എയർപോർട്ട് ഇങ്ങനെയൊന്നുമില്ല, സാധാരണ ഒരു ഘടകയൊക്കെ കെട്ടിയിട്ടാണ് എൻ്റെ ഓർമ്മയിൽ. അന്നേരം അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് നമുക്ക് ശരിക്കും ഫ്ലൈറ്റ് കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, ഇപ്പൊ നല്ല ഡെവലപ്പായി. എത്രയോ കൊല്ലം മുമ്പാണ്. എനക്കൊരു 5 വയസ്സൊക്കെ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും ഭയങ്കര ഓർമ്മയാണ് മാവനിവിടെ വരുന്നതെല്ലാം. അതിലൊരു മാവൻ മരണപ്പെട്ടിപ്പോ അടുത്ത്. നമുക്കിനി ഇവിടെ എവിടെയെങ്കിലും വണ്ടി വെക്കാം. ഇതിനുള്ളിൽ നമുക്ക് ഇന്റർനാഷണൽ അറൈവലിന് ഇത് എവിടെയാണ് പാർക്കിങ്. അങ്ങനെ നമ്മളിതാ കോഴിക്കോട് എയർപോർട്ടിലെത്തി. ഇത് അമ്മ ഇതാ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അമ്മേ, നിങ്ങൾ ആ ആളെ കാണാൻ എക്സൈറ്റഡാ? 2 ദിവസമായിട്ട് ഉറക്കൊന്നുമില്ല അല്ലേ? ഒരാഴ്ച ഉറക്കില്ലാത്ത അച്ഛാ, നിങ്ങൾ ആ വരുന്ന ആളെ കാണാൻ വേണ്ടിട്ട് എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? അപ്പൊ നമ്മളിതാ എയർപോർട്ടിലേക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. അച്ഛാ, ആ വരുന്ന ആളെ നിങ്ങൾ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുവാണോ? അങ്ങനെ നമുക്കിതാ നമ്മളിവിടെ എയർപോർട്ടിലെത്തി. നമ്മൾ ആ വരുന്ന ആള് അറൈവ് ചെയ്തിനോ നോക്കാലോ. ഇവിടെ ബോർഡിൽ അറൈവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണും. കോലാലംപൂർ AK0033 എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് ആണ്. നമുക്കിനി അറൈവൽ ഇത് അവിടെയാണ്. നമുക്ക് അവിടെ പോയി നിൽക്കാലോ. നമ്മുടെ നാട്ടിലെ എയർപോർട്ടിലെ അറൈവൽസ് എന്ന് പറഞ്ഞാല് ഒരു സന്തോഷമുള്ള ഒരു സ്ഥലം. എന്തുകൊണ്ട് വെച്ചാൽ അവരവരെ പ്രവാസ ജീവിതവും അല്ലെ പുറത്തൊക്കെ പോയിട്ട് ജോലിയൊക്കെ ചെയ്ത് അവരെ ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ വരുന്ന ഒരു സ്ഥലമാണ് അറൈവൽസ്. അച്ഛനും അമ്മയും കണ്ടത് ആ വരുന്ന ആളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അമ്മ ഇങ്ങനെ നോക്കുകയെന്ന്, ആളെടുത്തു. കുറെ സമയത്ത് കാത്തിരുന്നതിന് ശേഷം ഇത് അവിടെ ഇതാ വന്ന്. നിങ്ങള് നമ്മുടെ ചാനൽ പണ്ടേ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ കൊച്ചിയിൽ നിന്ന് 6 മാസം മുമ്പാണ് ഓസ്ട്രേലിയയിലേക്ക് പോയത്. ആ സമയത്ത് ഭയങ്കര കരഞ്ഞിട്ടൊക്കെ പോയത്. അപ്പൊ 6 മാസത്തിന് ശേഷം എന്റെ അമ്മേനെ കാണുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയും ആ ഒരു ഡോക്ടറും തമ്മിലുള്ള ആ ഒരു സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു നമുക്ക് നമ്മുടെ കൂടെപ്പിറപ്പും അച്ഛൻ അമ്മ അതെല്ലാം ഏറ്റവും വലുത് ഈ ലോകത്ത്. അത് കഴിഞ്ഞിട്ടില്ലേ നമുക്ക് എന്തുള്ളൂ. അപ്പൊ അവരെ ആ ഒരു എക്സൈറ്റ്മെന്റും. അമ്മക്ക് ഒരാഴ്ചയായിട്ട് അമ്മ ഉറങ്ങിയിട്ടേ ഇല്ല. അമ്മ ഞാൻ ചോദിക്കും, അമ്മ എന്തെങ്കിലും ഉറക്കില്ല രാത്രി? ഞാൻ പറയും, ഇല്ല, എന്റെ മോള് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ബന്ധമാണ് അമ്മയും മോളും തമ്മിലുള്ള ബന്ധം. ആ ഒരു സ്നേഹത്തിന്റെ കാഴ്ച നിങ്ങളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. അച്ഛനും അതേപോലെ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛൻ അങ്ങനെ പുറമേ കാണിക്കൂല. അങ്ങനെ അച്ഛനെല്ലാം സ്നേഹം എല്ലാം അച്ഛന്റെ ഉള്ളിലാണ്. അച്ഛനും മോളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ഇതാണ് നിങ്ങളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മേനെ ആളെ കണ്ടോ? നമ്മുടെ പാർട്ടിൽ ആരാന്നല്ലേ? ഒറ്റക്ക് വന്നതുകൊണ്ട് അച്ഛന് സന്തോഷായോ? ഞാനും വിജിനി എന്ന് പറഞ്ഞാൽ എപ്പോഴും അടുത്തുണ്ടെങ്കിൽ നമ്മൾ നല്ല അടിയായിരിക്കും, ഫുൾ ടൈം ഫൈറ്റ് ആയിരിക്കും. പക്ഷെ ഓള് പുറത്തു പോയപ്പോ ഓളെ വില എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ പെങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നതായിരുന്നു. ഇപ്പൊ സമയം രാത്രി 1:30 നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വിജിന വീട്ടിൽ വന്ന് ഇപ്പൊ സമയം 5 മണിയായി. അപ്പൊ തെയ്യം കാണാൻ വേണ്ടിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് നേരെ വീട്ടിൽ വന്ന് തെയ്യം കാണാൻ പോവാ.
സംഭവമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാനിവിടെ തെയ്യം കാണാൻ വന്നിട്ടുള്ളത്. അതിനുശേഷം കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പം എനിക്കൊരു അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫീലിംഗ് വെരി ഹാപ്പി. ഞാൻ നാട്ടിൽ വരുമ്പോഴത്തേക്ക് തെയ്യമൊക്കെ തീർന്നു എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര തെയ്യ ഭ്രാന്തിയാണ്. സോ ഐ ഫീൽ റിയലി ഹാപ്പി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ കാണുന്ന ഈ കാവ് എന്നുള്ളത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ചക്കരക്കൊട്ടുങ്ങൽ എന്ന് പറഞ്ഞ കാവാണ്. ഇവിടെ വയനാട്ട് കുലവൻ ദൈവമുണ്ട്. അപ്പൊ രാവിലെ ഈ തീ ചവിട്ടുന്ന ഒരു ചടങ്ങുണ്ട് ഈ മുടി വെക്കുന്നതിനായിട്ട് മുമ്പിൽ. അപ്പൊ ആ ഒരു ചടങ്ങ് ഞാൻ എല്ലാ വർഷവും ഞാൻ നാട്ടിലുണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണലുണ്ട്. അതൊരു കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ വടക്കേ മലബാറുകാർക്ക് തെയ്യം എന്ന് പറഞ്ഞാൽ ഒരു വികാരമല്ലേ. നാട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പോയി കാണും. അപ്പോൾ ആ ഒരു ദൈവത്തിന്റെ ആ ഒരു തീ ചവിട്ടുന്ന കാര്യങ്ങളും അതെല്ലാം ഈ ഒരു വീഡിയോയില്. വിജിനിയും എന്താ പറയണ്ടേ, ഇന്നാണ് വിജിന വന്നത്. അപ്പൊ ഓടും വന്നോണ്ട് നമുക്ക് സന്തോഷമാണ്. ഓടും കുറെ ആയിട്ട് തെയ്യം ഒന്നും കാണില്ല. ഓട് ഓസ്ട്രേലിയയിലായതുകൊണ്ട് ഒക്കെ അതിനുള്ള ഒരു ഇതുണ്ടാവില്ല. അപ്പൊ ഇന്നത്തെ ദിവസം ഓട് പറഞ്ഞു ഏട്ടാ എവിടെയും തെയ്യൂട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു നീ വന്ന ദിവസം തന്നെ നമ്മുടെ കൊട്ടുങ്ങില്ലാന്ന് ഉത്സവമാണ്, അന്ന് തന്നെ വയനാട്ട് ഉലവനുണ്ട്, നമുക്ക് നേരെ വീട്ടിൽ ബാഗ് കൊണ്ട് വെച്ചിട്ട് നേരെ നമുക്ക് വയനാട്ട് ഉലവൻ ദൈവത്തിനെ കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഗുളികൻ ദൈവം മുടി വെച്ച് നിൽക്കുന്ന കാഴ്ച നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ ഗുരുവരണം തുണക്കേ നാവിൽ ആദിനാഥൻ തിരുനാമം അറിഞ്ഞു അറിവെനിക്കും നഗതാരിൽ വെല്ലിയ സ്വാമി പൊയ്യുമാറുന്നരുളു ചെയ്തേ അന്നപാനം ചെയ്യുവതിനായിട്ടൊരു അതിൽ മൂന്നാം തിരുനേത്രം ദർശിക്കുമ്പോൾ അകമിച്ച് പറ്റിയതൊടുക്കു മറ്റും തിരുമേനിയിൽ ഉളവാകും തുളമോരോന്നു മറ്റും പറയാൻ അടിയത്താമതാരിക്തം ദിഗുവായിരണോ ശങ്കാരഹിതം ദുരിതാപ്തി തരണം നൽകൂ വിലാസം ലയിപ്പിക്കണം ഭക്തിയോടു നിന്നെ മനതാരിൽ സ്തുതിക്കുക.
വിജിന വന്ന ദിവസം തന്നെ വയനാട്ട് വരുന്ന ദൈവത്തിനെ കണ്ടപ്പോ സന്തോഷായ? സന്തോഷായി, ഡബിൾ സന്തോഷായി. അമ്മക്ക് സന്തോഷായ? പിന്നെന്താ. നമ്മളെ ഈ ചെറിയ വീഡിയോ എല്ലാരും കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ഞെക്കിക്കോ.